സംഘമായ ഈ മൽപ്പെ എത്തുന്നത്. ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം എന്തായാലും രണ്ടാം ദിവസം ഇന്നലെ ഇതിനടിയിൽ, അതായത് നാലാമത്തെ സിഗ്നൽ വന്ന സ്ഥലത്ത് ലോറി ഇല്ല എന്നുള്ളത് കണ്ടെത്തിയതും അദ്ദേഹവും കൂട്ടരുമായിരുന്നു. അതേ സംഘം തന്നെ വീണ്ടും ഒരു ശ്രമം, ഇന്നുകൂടി ഒരു ശ്രമം കൂടി നടത്തി നോക്കാനുള്ളൊരു തീരുമാനത്തിലാണ്. ദിനേശ്, മന്ത്രി എ കെ ശശീന്ദ്രൻ സ്ഥലത്ത് വന്നിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്തിന്റെ 2 മന്ത്രിമാർ അവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ ശശീന്ദ്രൻ ആണ് അവിടെയുള്ളത്. അപ്പൊ ഇന്ന് ഒരു കറണ്ട് വളരെ കുറവുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഈ തടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ആ തടി എങ്ങനെ ഇന്ന് നീക്കുമോ? ഇന്ന് തടി അവിടെ ഒരു അടയാക്കിയിട്ടുണ്ട്. അവിടെ ഒരു ബോയ് ആക്കിയിട്ടുണ്ട്. അതിനെ എടുക്കാൻ ഇപ്പായിട്ട് ക്യാപിറ്റലിന്റെ വയർമാൻ ഇവരെല്ലാം ആൾക്കാർ വന്നിട്ടുണ്ട്. അതിനെ ഒരു മേലെ കയറിട്ട് അത് എടുക്കും. അതിലെ മുന്നേ ഒരു 4ാമത്തെ പോയിന്റ് വരുന്നുണ്ട്. ആ പോയിന്റിലേക്ക് ഞങ്ങൾ സെർച്ച് വേണം. ഇന്ന് പിന്നെ ഇപ്പോ പുഴ അനുകൂലമാണെന്ന് പറഞ്ഞു, മഴയും കൂടി മഴ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇന്ന് പൂർത്തിയാക്കാൻ പറ്റും. എല്ലാതൊക്കെ ഇന്ന് ഒള്ളെ നല്ല ഇതുണ്ട്, വാതാവരണം നല്ല இருக்குது. അതില് ആ വേല പண்ற എല്ലാരും ഉണ്ട്. ആള് ഇപ്പൊ പോയിട്ട് ഞങ്ങൾ ഇന്ന് ഒരുപാട് പേരുണ്ട്. ഇപ്പൊ എന്റെ പണ്ട ആള് 2 പേര് ഡൈവർ ഉണ്ടല്ലേ. അപ്പൊ പിന്നെ എല്ലാവർക്കും സഹകരിക്കുന്നുണ്ട്. എത്ര സ്പോട്ടിലാണെന്ന് പരിശോധിക്കാം. ഇന്നലെ 3 പോയിന്റ് ആക്കി. ഇന്നൊരു 4ാമത്തെ പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് നോക്കിയിട്ട് പിന്നെ അടുത്ത പോയിന്റ് 3ാമത്തെ പോയിന്റ് ഒരു തടി കഷ്ണമുണ്ട്, അത് എടുക്കുന്നുണ്ട്. ഏതായാലും വളരെ ദുഷ്കരമായിട്ടുള്ള റിസ്കി ആയിട്ടുള്ള ഒരു ഇതാണ്. അങ്ങോട്ട് തന്നെയാണോ പോകുന്നത്? ആ ഭാഗത്ത് തന്നെയാണോ പോകുന്നത്? ഇന്നലെ നടത്തിയിരിക്കുന്നത്. ഇന്നിട്ട് പോകും. എന്തായാലും ഈശ്വർ മൽപ്പയാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചിരിക്കുന്നത്. കാരണം ആ 3 പോയിന്റുകളിൽ പ്രധാനമായും അതിന്റെ പരിസര പ്രദേശങ്ങളിലുമായിരിക്കും ഇതുപോലെ തന്നെ രക്ഷാദൌത്യത്തിനടുത്ത്. ഇന്ന് കുറച്ച് പുഴയുടെ സാഹചര്യം കുറച്ച് മാറിയിട്ടുണ്ട്, കുറച്ച് അനുകൂലമാണ് കാര്യങ്ങൾ. മഴ കൂടി ചതിക്കാതിരുന്നു കഴിഞ്ഞാൽ, മഴ കൂടി വില്ലനാവാതിരുന്നു കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ ദൌത്യം വിജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. എന്തായാലും അതിനുള്ള ഒരു ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പുഴയിൽ അടിത്തട്ടിൽ ഒഴുക്ക് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. ശക്തമായൊരു മഴ ലഭിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ശക്തമായ മഴയുണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. എന്തായാലും മഴ ഒരു 2 മണിക്കൂറോളമായി ഇപ്പൊ മഴ മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ആശ്വാസമായ നടപടി തന്നെയാണ്. ദിനേശ്, അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണല്ലോ. കാരണം ഇന്ന് അടിത്തട്ടിൽ വേഗത കുറവുണ്ട്, ഒഴുക്കിന് ശക്തി കുറവുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇന്നൊരു പക്ഷേ കൂടുതൽ ഇടങ്ങളിൽ തിരച്ചിൽ നടത്താനുള്ള ഒരു സാധ്യത തീർച്ചയായും ഉണ്ട്. ആ ഒരു ആത്മവിശ്വാസം ഇന്ന് ഈ ദൌത്യത്തിനിറങ്ങും മുമ്പ് ഈശ്വർ മൽപ്പെ പങ്കുവയ്ക്കുന്നു അല്ലേ? തീർച്ചയായും അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം പുഴ അനുകൂലമായി തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡൈവിംഗ് ചെയ്യാൻ കഴിയും. എന്തായാലും ആ മൺകൂനിയുടെ അങ്ങോട്ടാണ് ഇപ്പോൾ, ആ പ്രദേശത്തേക്ക് തന്നെയാണ് പോകുന്നത്. അതിന്റെ തൊട്ട് താഴെയുള്ള സ്ഥലങ്ങളും 2-3 പോയിന്റുകളിൽ ഇന്ന് നോക്കേണ്ടതുണ്ട്. ഒരു പോയിന്റിൽ മരം മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 3ാമത്തെ പോയിന്റിലാണെന്ന് തോന്നുന്നു മരം മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞതെന്ന് പറയുന്നത്. അങ്ങനെ ഓരോ പോയിന്റിലേക്കും ഈ റഡാറിൽ നിന്ന് സിഗ്നൽ ലഭിച്ചിരിക്കുന്ന ഓരോ പോയിന്റിലും വളരെ കൃത്യമായി തന്നെ ഇന്ന് ഇതേ കാലാവസ്ഥ, ഇതിൽ മഴ പെയ്യാതെ ഇതേ അവസ്ഥയിൽ നിൽക്കുകയും വെള്ളം ഇതേ അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ തങ്ങൾക്ക് അനുകൂലമാണ് കാര്യങ്ങൾ എന്ന് പറയുന്നു. എന്തായാലും ഈ നോട്ട്സ് അടിയൊഴുക്കിൽ എന്തായാലും 3 നോട്ട്സ് ഒന്നും അല്ല, അതിൽ കൂടുതലുണ്ട്. പക്ഷേ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് അനുകൂലമായ സാഹചര്യമാണ്. നേവിക്ക് 3 നോട്ട്സിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. അവർക്ക് അങ്ങനെ ഡൈവിംഗ് നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. അവരുടെ